മുന്നണി രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദക്കാറ്റ് വീശുകയാണ്. അധികാര സൗകര്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലുകൾക്കുമായി ചില ഘടക കക്ഷികൾ എടുത്ത തീരുമാനങ്ങൾ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരങ്ങളെ അവഗണിക്കുന്നുവെന്ന വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പിറവത്തുണ്ടായ പുതിയ രാഷ്ട്രീയ നീക്കം ചർച്ചയായിരിക്കുന്നത്. പിറവം മുൻ മുനിസിപ്പൽ ചെയർമാനും ഓർത്തഡോക്സ് സഭാംഗവുമായ സാബു കെ ജേക്കബിന് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം മെമ്പർഷിപ്പ് നൽകിയതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടുള്ള ചർച്ചകൾക്കും പ്രതികരണത്തിനും ഇടയാക്കിയിരിക്കുന്നത്. പിറവം പോലെയുള്ള രാഷ്ട്രീയ ബോധമുള്ള പ്രദേശത്ത് ഈ തീരുമാനം പാർട്ടി സംവിധാനത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രാദേശിക പ്രവർത്തകരുടെ വാദം പ്രകാരം പിറവത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിത്വ ലക്ഷ്യത്തോടെ നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഈ ചേർക്കൽ. പിറവത്തെ ഒരു മണൽത്തരിക്ക് പോലും ഈ പുതിയ മെമ്പറെ കുറിച്ച് പറയാൻ ഏറെയുണ്ട്. പിറവത്ത് LDFന്റെ സ്ഥാനാർത്ഥി മോഹമാണ് ഈ കടന്നുവരവിന് പിന്നിലെങ്കിൽ ഇക്കുറി പാർട്ടിയിൽ വലിയൊരംഗം നടക്കുമെന്ന് തീർച്ച. 2021 പേയ്മെന്റ് സീറ്റ് ലക്ഷ്യം വെച്ച് പാലായിൽ ചെന്നപ്പോൾ നിർഭാഗ്യവശാൽ അന്ന് തയ്ച്ച കുപ്പായം പെട്ടികൾ തന്നെ വെക്കേണ്ടി വന്നു. അന്ന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ സീറ്റിനായി എത്തിയ സംഭവവും വലിയ വാർത്തയായിരുന്നുവെന്നാണ് പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നത്. സാബു കെ ജേക്കബിനെതിരെ മുൻകാലങ്ങളിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും വീണ്ടും രാഷ്ട്രീയ വേദികളിൽ മുളപൊട്ടിയിട്ടുണ്ട്. കടം കയറി ജപ്തി ഭീഷണിക്ക് വിധേയനായി നിന്ന ഇദ്ദേഹം കോൺഗ്രസുകാരുടെ അധികാര കസേരയിലേക്ക് ചെന്നെത്തിയപ്പോൾ കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു പാവം കോടീശ്വരനായി മാറിയതിനെതിരെ പലതവണ പ്രക്ഷോഭവും നടന്നിട്ടുണ്ട്. അന്നത്തെ ഇദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തതിന്റെ ഫലമായി വിജിലൻസ് കേസെടുത്തു. പുഴയിലെ ചെളിക്ക് പകരം മണൽ വാരി അതിലൂടെ അഴിമതി നടത്തിയും അതിനെതിരെ പാർട്ടി ഒന്നടങ്കം പ്രതിഷേധിച്ചതുമെല്ലാം മറക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത്തരമൊരു നേതാവിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയ ശുദ്ധതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ LDF ഘടകകക്ഷി അംഗത്വം ലഭിച്ചതോടെ ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. മുന്നണിയുടെ പേരിലെടുത്ത ഇടുങ്ങിയ തീരുമാനങ്ങൾ അടിസ്ഥാന ഘടകങ്ങളെ ദുർബലമാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രവർത്തകർ ഈ സാഹചര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല. പിറവത്തിലെ ഈ രാഷ്ട്രീയ നീക്കം മുന്നണി രാഷ്ട്രീയത്തിലെ ഉൾക്കലഹങ്ങൾക്ക് വഴിവെക്കുമോ അതോ പുതിയ സമവാക്യങ്ങൾക്ക് തുടക്കമാകുമോ എന്നത് അടുത്ത ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിർണായക വിഷയമാക്കാനാണ് സാധ്യത.